രേഖ ചിത്രം, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു മൂവിയാണ് രേഖ ചിത്രം. ഇൻഡസ്ട്രിക്കകത്ത് നിന്ന് ഒരുപാട് എനിക്ക് പേഴ്സണലി കിടലായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞ ഒരു പടമാണ് രേഖ ചിത്രം. കണ്ടിറങ്ങിയപ്പോഴും എനിക്ക് പറയാനുള്ളത് കിരിലോസ്കി മൂവി. അതെ, രേഖാചിത്രം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സ്കെച്ചാണ് നമ്മുടെ മനസ്സിൽ വരിക. കാരണം ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരുമ്പോൾ അതിന് രേഖാചിത്രം എന്ന് പേരും കൂടി ആകുമ്പോൾ നമ്മളെ മൈൻഡിൽ ഓഹോ മറ്റേ ഐഡന്റിറ്റിയിൽ കണ്ടതായിട്ട് സ്കെച്ചാണ് വിചാരിക്കും. അതെ, പക്ഷെ കണ്ടിറങ്ങുമ്പോൾ രേഖ എന്താ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പടം അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ രേഖ എന്താ ചിത്രം എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇതിന് മീനിങ് കുറേ മീനിങ് ഉണ്ട്. ഈ രേഖാ ചിത്രം എന്നുള്ളതിന് ആ ചിത്രത്തിന് തന്നെ ഒരു മീനിങ് ഉണ്ടല്ലോ. ആ ചിത്രത്തിന് തന്നെ ഒരു മീനിങ് ഉണ്ട് ഇതില്. കാരണം ചിത്രം എന്ന് പറയുമ്പോ ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്കുള്ളിലെ സിനിമ, അതിലെ ഇൻസിഡൻസ്, അവിടെ അതൊക്കെ പേരിട്ടവൻ ആദ്യം സമ്മതിക്കണം. ബ്രില്യൻസ് കൊട്ടയുള്ള ഒരു പടം എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ പടം കണ്ട് ഇറങ്ങുമ്പോൾ ഓരോന്ന് ഇരുന്നെങ്കിൽ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതല്ലേ അതിങ്ങനെയായിരുന്നില്ലേ എന്നുള്ള സാധനം ഇപ്പോഴാണ് നമുക്ക് ആ രേഖാ ചിത്രം എന്ന് പറഞ്ഞ സാധനം കിട്ടിയല്ലേ. ഇപ്പൊ പറയുമ്പോഴേ ഞങ്ങൾക്ക് ആ എക്സൈറ്റ്മെന്റ് ഞങ്ങളെ മുഖത്ത് കാണാൻ പറ്റും. ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയാ ആസിഫ് അലി. മാൻ, ആസിഫ് അലി പോലീസ് റോള് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ലൈഫ് ഈ അടുത്ത കാലത്ത് ഒരാളും പോലീസ് ഓഫീസറുടെ റോൾ ചെയ്ത് ഇത്ര കൺവിൻസിങ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാസ് കാണിച്ചിട്ടില്ല, എക്സ്ട്രാ സൂപ്പർ എന്താ ഹ്യൂമൻ ആയിട്ടില്ല, സൂപ്പർ കോപ്പല്ല, മാസ് ഡയലോഗ് ഇല്ല, പിന്നെ അനാവശ്യം ഭയങ്കരമായ സെല്യൂട്ടൊക്കെ ചെയ്ത് ഒന്നുമില്ല. നോർമൽ പോലീസുകാരൻ. എന്നാൽ പോലീസ് അറഗന്റ് ആവേണ്ട സമയത്ത് അറഗന്റ് ആയിട്ടുണ്ട്. ഒരു പോലീസിന് വരുന്നതായിട്ടുള്ള, ഒരു പോലീസ് ഓഫീസറിന് വരുന്നതായിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള കുറേ ഇമോഷണൽ ഷിഫ്റ്റുകൾ വരുന്നുണ്ട്. ക്യൂരിയോസിറ്റി, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് വരേണ്ട ക്യൂരിയോസിറ്റി അയാളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്നുണ്ട്. ബോഡി ലാംഗ്വേജ് തന്നെ ആസിഫ് അലിയുടെ ആസ് എ പോലീസ് ഓഫീസർ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ആസിഫ് അലിക്ക് കാക്കി പോലും ഇടണ്ടെന്നുള്ളതാണ്. സിവിൽ ഡ്രസ്സിൽ നിൽക്കുമ്പോഴേ പക്ക പോലീസുകാരനാണ്. നമുക്കൊരിക്കലും ഈ സിനിമയിൽ കാക്കി ഇട്ട രജിസ്റ്റർ ആയി പോലീസാണ്. കാക്കി ഊരി വെക്കുമ്പോഴും ഞാൻ കഫേ സീൻ കണ്ട ഉടനെ തലയിൽ ചിത്തുവാനോട് പറഞ്ഞു ഈ കറക്റ്റ് പോലീസ്. ഒരു കഫേയിലൊരു സീൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, അങ്ങനെ ഇരിക്കുന്നുണ്ട്, കഫേനകത്ത് ഇരിക്കുക, പക്ക പോലീസ്. ഒരു ചെറിയ ഗ്ലിംസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കണ്ടറിയാം അതൊരു പോലീസ് ഓഫീസർ എങ്ങനെയാണോ ഇരിക്കുക അങ്ങനെ ഇരിക്കുക. അത് കാക്കി പോലും ഇല്ല. സിനിമ കംപ്ലീറ്റ് ആൾ അങ്ങനെ തന്നെ നടത്തും, ഇരുത്തും, നോട്ടം ഒക്കെ കറക്റ്റ് ഒരു പോലീസുകാരൻ്റെ പോലത്തെ ഒരു നോട്ടവും ഒരു സംഭവമൊക്കെ ഒരു പോലീസുകാരൻ കറക്റ്റ് ബോഡി ലാംഗ്വേജ് ഒരു രക്ഷയില്ലാതെ പിടിച്ചിട്ടുണ്ട്. അത് കിടിലനായിട്ടുണ്ട്. ഇപ്പോഴുള്ള എല്ലാ ക്യാരക്ടേഴ്സും മൂവീസും ഒക്കെ ഈ സെലക്ഷനൊക്കെ ആസിഫ് അലിന്റെ അല്ലേ പൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലിക്ക് ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഏത് റോൾ ചെയ്യുമ്പോഴും അത് ആസിഫ് അലിനെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നു. ഏത് റോൾ ചെയ്താലും പണ്ട് ആസിഫ് അലിനെ പറഞ്ഞാൽ എന്താ ആറ്റിങ്ങലില് അതായിരുന്നു എല്ലാത്തിലും മൂപ്പരെ പറഞ്ഞിരുന്നത്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ആസിഫ് അലി ഏത് റോളാണോ ചെയ്യുന്നത് പക്ക ആ രൂപത്തേക്ക് അങ്ങോട്ട് മാറും. അതെ, ആസിഫ് അലിന്റെ കരച്ചിലും ആർക്കലും ഇത് രണ്ടും ആസിഫ് അലിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ എന്താണെങ്കിലും അതിനൊന്നും രക്ഷയില്ല മക്കളെ. ആസിഫ് അലി തകർക്കുകയാണ്, വേറെ ലെവൽ സാധനം. അപ്പൊ ആസിഫ് അലി ഒരു പോലീസ് ഓഫീസറാണ്. ആസിഫ് അലി പോലീസ് ഓഫീസറായിട്ടുള്ള കുറച്ച് ഹാപ്പനിങ്സ്, ഇൻവെസ്റ്റിഗേഷൻ കാര്യം. ആസിഫ് അലി ഒരു സൂപ്പർ കോപ്പൊന്നുമല്ല അല്ലേ, സൂപ്പർ കോപ്പൊന്നുമല്ല, ഒരു സാധാ നോർമൽ പോലീസ് ഓഫീസർ. സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കുന്നു. സർക്കിൾ ഇൻസ്പെക്ടറാണ്, വിവേക് എന്നാണ് പേര്. അപ്പോൾ അവിടെ നിന്നാണ് കഥ തുടങ്ങുകയാണ് ഫസ്റ്റ് ഹാഫിൽ. ഈ കഥയിലേക്ക് ഓരോ ക്യാരക്ടേഴ്സായിട്ട് കയറി വരിക. അതായത് ഇതിൻ്റെ ഡയറക്ടർ, അയാൾക്ക് 2 അല്ല ഒരു 10 കൈയടി ഞാൻ കൊടുക്കും. ജോഫിൻ അല്ലേ, ജോഫിൻ ആണ് ഡയറക്ടറുടെ പേര്. ഇങ്ങേര് ഇതിന്റെ കഥയുടെ ഭാഗമാണെന്നാണ് IMDb നോക്കി അറിയാൻ കഴിഞ്ഞത്. ജോഫിൻ, ജോൺ മന്ത്രിക്കൽ, രാമു സുനി, ഇത്ര 3 പേരുടെ പേരാണ് കാണുന്നത്. അവർ ഊണിലും ഉറക്കത്തിലും സിനിമ മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് സീരിയസ്ലി. കാരണം ഒരു സിനിമയ്ക്കകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അവർ നമ്മളെ കാണിച്ചു തരികയാണ്. പ്രസന്റ് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിനകത്ത് ഇപ്പോൾ ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അതിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ്, സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്താലും കുറച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോറൻസിക് ആണെങ്കിലും കഴിഞ്ഞ ഐഡന്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റേഴ്സിനൊക്കെ ഈ സാധനങ്ങൾ ആളുകളിലേക്ക് പുതിയ സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. പണ്ടെങ്ങാണ്ട് നടന്നൊരു സിനിമ, അതിൻ്റെ ലൊക്കേഷൻ, അതിനകത്തുനിന്ന് എൻ്റെ പൊന്നെ ഇതെങ്ങനെ മാച്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. നമുക്കൊരു ആ കാതോരത്തിൽ മമ്മൂട്ടി തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനം പോലും അവരത് ഭയങ്കരമായിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ എങ്ങനെ പിടിച്ചടയെന്ന് മനസ്സിലാവില്ല. അതായത് 2 സിനിമയും കൂടി വെച്ച് നന്നായി സ്റ്റിച്ച് ചെയ്ത് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മൂവി ഇത് സെക്കൻഡ് ടൈം ആണ് അല്ലേ. മുമ്പ് മറ്റേ കുഞ്ചാക്കോ ബോബന്റെ പടത്തിൽ ആ ഒരു പാട്ടിന്റെ പോർഷനിൽ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമയ്ക്ക് ആ സിനിമ കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്.
അന്നത്തെ ആ വർക്ക്, ആ ലെജൻഡറി സാധനം ഇന്ന് ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാള സിനിമേന്റെ ആ ഒരു അല്ലേ പവർ അവിടെ ഭയങ്കരമാണ്. നമ്മൾ മുന്നത്തെ ഹണീബി ഒക്കെ ചെയ്യുമ്പോൾ ഹണീബി 2 ആ ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാതോട് ആ ലൊക്കേഷനിൽ തന്നെ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണോ നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ് ഇതിന്റെ എഴുത്തല്ലേ, അങ്ങനെയാണ് ഇതിന്റെ കഥ വെച്ചിട്ടുള്ളത്. അതൊരു രക്ഷയില്ല. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് എന്താ പറയുക, സ്പോയിലർ ഇതിന്റെ ഒന്നും പറയാനും പറ്റില്ല, പറയാനും സ്പോയിലർ ആവും പണ്ടാറം. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനം, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളെ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ആകെ പറയാൻ പറ്റിയ പോലീസുകാരനായിട്ടുള്ള ആസിഫ് അലി അന്വേഷണത്തിന് പോണു. 1985 സിനിമയായിട്ട് ഇതിനൊരു ചെറിയൊരു ലിങ്ക് ഓഫ് ദ ലിങ്ക് ഉണ്ട്. കഴിഞ്ഞു, ഇത്രേ പറയാൻ പറ്റും. ഇതിന് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല ഇതിനകത്ത്. പിന്നെ നമ്മളുടെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. അതെ, പിന്നെ നമ്മളെ കൂട്ടത്തിൽ പറയണോ നമ്മളാണ് റിവീൽ ചെയ്യുന്നത്. ഗസ്റ്റ് റോൾ ബൈ ഷസാം. അത് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലെ, സിനിമ കണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചോ? പറഞ്ഞില്ല, ആരും പറയാതെയാണ് ഷാസ റോൾ ചെയ്തിട്ടുള്ളത്. വെൽഡൻ ഷാസ് അല്ലേ, കൂടുതൽ ഞങ്ങൾ ഫാൻസ് ഇതുപോലെ തന്നെ പടങ്ങളിലുണ്ടാവട്ടെ. അപ്പോ ഷാസിന്റെ അത് ഫണ്ണാണ്, ഞങ്ങൾ ചുമ്മാ അടിച്ചു വിട്ടതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് പൊങ്കാലടിക്കരുത്. അതൊരു നിങ്ങൾ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ സ്പോട്ട് ചെയ്തോ. ഓക്കെ. അപ്പോ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ഈ പോലീസ് ഓഫീസറിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും തുടങ്ങുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ആസ് യൂഷ്വൽ നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറും പ്രോസസ്സൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ത്രില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസിൽ കണ്ടതാണ്. ഇതെങ്ങനെ ബാക്ക് ടു 1985 കണക്ട് ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ പല രീതിയിൽ ക്യാരക്ടേഴ്സിന് ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആസിഫ് അലിയാണ് ഇതിൻ്റെ മെയിൻ ലീഡ്. ആസിഫ് അലിയെ മാത്രം ചുറ്റിപ്പറ്റി പടം പോകുന്നതല്ല, നിഷാന്ത് സാഗറിന്റെ പോലീസ് റോൾ ഉണ്ട്. അങ്ങേർക്ക് ഒരു കൃത്യമായിട്ടുള്ള ടൈമും സ്പേസും ഉണ്ട്. എന്തിന് ആസിഫ് അലിയുടെ ഒപ്പം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള ടീമിൽ ഒരു പോലീസ് ഓഫീസർക്ക് അടക്കം ഡയലോഗ്, വൈറ്റൽ ആയിട്ടുള്ള കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺ, അങ്ങേർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത പല സീനുകളിലും ആസിഫ് അലി സൈലന്റ് ആയി ആളാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. പേര് നമുക്കറിയില്ല, കണ്ടുപിടിക്കുന്നതും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ആൾക്ക് ഇതിലൊരു കിട്ടുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ആള് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ അയാൾക്ക് നല്ലൊരു ബ്രേക്ക് ആവാൻ ചാൻസ്. കാരണം ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം അങ്ങേർക്ക് ഒരു പോലീസുകാരൻ തന്നെ അല്ലേ. അല്ല, ഇതിൽ എല്ലാവർക്കും ഡെപ്ത് ഉണ്ട്. എല്ലാവർക്കും ഇതിൽ എനിക്കൊരു ഇൻഡെപ്ത് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് താന്ന് നിന്നൊരു ക്യാരക്ടർ മാതിരി തോന്നിയത് മനോജ് കെ ജെന്റെ ക്യാരക്ടർ മാത്രം. ഒന്നും കൂടി ഒരു സാധനം കൊടുക്കാമായിരുന്നു. പക്ഷെ അതിന് കാരണമുണ്ട്. ക്ലൈമാക്സിക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യവും കാരണം മനസ്സിലാവുന്നത്. അതിൽ സീന് കുറച്ചു കുറഞ്ഞു പോയത് സിദ്ദീഖ് മാത്രം. അതെ, സിദ്ദീഖ് പക്ഷെ എന്താ പറയുക, ചെയ്യേണ്ട പണി ആദ്യം അങ്ങനെ കേക്ക് വാക്കാണ്. ആ വ്യക്തിക്ക് ഇങ്ങനത്തെ റോളുകളോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ചുമ്മാ വന്ന് ഞാൻ ചെയ്തിട്ട് പോകും. കാരണം ഇതിലെന്താ അറിയുക, അഭിനയിച്ചാൽ മതി വന്നിട്ട്. കഥ ഓൾറെഡി വേറെ ലെവൽ സാധനം, ഡയറക്ടർ ഓൾറെഡി ഇതിന്റെ സ്ക്രീൻ പ്ലേസ് ചെയ്തതും അങ്ങേരുടെ വിഷനും വേറെ ലെവല്. ഇത് വരിക, അഭിനയിക്കുക, പോവുക. മാത്രമല്ല ഇതെന്താ ഡയറക്ടർക്ക് കറക്റ്റ് അറിയാം എന്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സീൻ ബൈ സീൻ ഇത് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഉള്ള ഒരു ഡയറക്ടറും അയാളുടെ കൃത്യമായിട്ടുള്ള സ്ക്രീൻ പ്ലേ, ബാക്കിയുള്ളവരുടെ അഭിനയ മികവും കൊണ്ട് ഈ പടം കയറിക്കോളും. അയാൾ മനസ്സിൽ വിചാരിച്ച പോലെ ആക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ അയാൾക്ക് കിട്ടി. അനശ്വര രാജൻ അടിപൊളി, ഒന്നും പറയല്ല. ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളൊരു ലൈഫ് ഉണ്ട്. അത് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന് ഏകദേശം ഒരു 19-18 ഏജാണ് പറയുന്നത്. അതിന്റെ എല്ലാ കുട്ടികളികളെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് ഒരു ഭയങ്കര രേഖ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോയ സാധനം മനോജ് കെ ജയൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തില്ല. ദിഗംബരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആരാ യൂസ് ചെയ്തത് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ശരിക്കും യൂസ് ചെയ്യണേ. മനോജ് കെ ജയൻ എന്ന് പറഞ്ഞ ആളൊക്കെ, ദിഗംബരൻ എന്താണ് മലയാളികൾക്ക്, അനന്തഭദ്രത്തിലെ ദിഗംബരൻ എന്ന് പറഞ്ഞ മലയാളികൾ ഒരിക്കലും മറക്കൂല. പിന്നെ ഇങ്ങേർക്ക് ഫണ്ട് കൊടുത്താലും ചെയ്യും, മാസ് കൊടുത്താലും ചെയ്യും, വില്ലനാക്കിയാലും ചെയ്യും. നമുക്ക് തന്നെ ലാലേട്ടനൊക്കെ കുറിച്ചാണ് പറയാറുള്ളത്. ശരിക്കും ഇയാളൊക്കെ പോലെ ഒരു എന്ത് കൊടുത്താലും അതിമനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനൊക്കെ ശരിക്കും മലയാള സിനിമ യൂസ് ചെയ്യേണ്ടിയിരുന്നു. ഇന്ദ്രൻ സേട്ടൻ അടിപൊളിയായി, പിന്നെ ഹരിശ്രീ അശോകൻ അടിപൊളിയായി. ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം എല്ലാവരും ഒന്നിനൊന്നിനല്ലേ, ഒന്നിനൊന്നിന് കിടനായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ ആരും വെറുതെ ചെയ്തു പോയ ആൾക്കാർ. പിന്നെ ആ ഇതിലൊരു ഒരു നടിയുണ്ട്, ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല അതിന്റെ സംഗതികളൊന്നും പറഞ്ഞു. ആ നടി പഴയ നടിയാ തോന്നുന്നു. എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ഈ നടി എനിക്ക് തലയിൽ സ്ട്രൈക്കിംഗ് ആണ്. നടി കാണിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കുറെ നോക്കി. എനിക്ക് ആ നടി ആരാന്ന് അറിയേണ്ട എന്തോ പോലെ ഉണ്ട്. പടം കണ്ടു കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ ആ നടി ആരാന്നുള്ളത്. ആ നടിയല്ല, കിടനായിട്ട് അവരുടെ പോർഷൻ ചെയ്തിട്ടുണ്ട്. സോ ഹോൾ ഇൻ ഓൾ ആസ് എ പാക്കേജ് ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും എന്നുള്ള നിലയ്ക്കുള്ള ഒരു പടമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതെന്താവും, സ്പോയിലർ അടിക്കും. പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ നറേഷനാണ്.
ഇത് പറഞ്ഞു തരുന്ന രീതി, നമുക്കെല്ലാം ആദ്യം ഒരു 10 മിനിറ്റിൽ കാണിച്ചു തന്നിട്ട് ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പടത്തിൽ, അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനകത്ത് എല്ലാം ആദ്യം കാണിച്ചിട്ട് പിന്നെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നത് അതൊരു തീക്കളിയാണ്. അത് കൃത്യമായിട്ട് ഇവരെ കൊണ്ടത് ഡെലിവർ ചെയ്യാൻ പറ്റി. മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുജീബ് മജീദ് അല്ലേ മ്യൂസിക്. ഇതിൽ ആസിഫ് അലിയും മനോജ് കെ ജയനും കൂടിയുള്ള ഒരു സീനുണ്ട് ടുവാർഡ്സ് എൻഡ്, ടെയിൽ എൻഡിൽ. അതിലുള്ളതൊക്കെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ സീനെ ശരിക്കും എലവേറ്റ് ചെയ്തൊരു സാധനം. അതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനമാണ് ആ സാധനം. ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ടായില്ലേ. സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകർ. ഇങ്ങനെ പറയാൻ കാരണം 1985 സീനുകൾ വെച്ചതും എടുത്തതും ഷോട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് പറയാറില്ല, സാധാരണ ഞാൻ എടുത്ത് പറയില്ല. കോസ്റ്റ്യൂം ഡിസൈനിങ് സമീറ സനീഷ് എല്ലാം പറയുന്നുണ്ട്. ഇതിന്റെ ഓരോ ഇപ്പൊ എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ആർട്ട് വർക്ക് അടക്കം എല്ലാം മൊത്തം ഒരു ലെജൻസിന്റെ ഒരു കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിട്ട് ഒത്തുപിടിച്ച് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഈ സിനിമയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താവും അറിയോ? ഇതിൽ ചില ലെജൻസ് ഇല്ല, ഇന്ന് അവരില്ല. ചില ലെജൻസ് ഇപ്പൊ ഉണ്ട്. ഇവരെല്ലാരെയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ സാധനം, അതും ഇവരൊക്കെ റിയൽ ആണ്, ഇവരൊക്കെ അവരെന്നെയാണ്. പിന്നെ ചിലരതൊക്കെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഈ സാധനം എഴുതി ഉണ്ടാക്കിയിട്ട് സ്ക്രീനിൽ കൊണ്ടുള്ള ധൈര്യം ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തതൊക്കെ ഉണ്ടല്ലോ. സംഗതി ഇരിക്കുന്നത് പോട്ടെ, ഫാൻസ് അക്ഷമരാണ്, അവർ തിയേറ്ററിൽ കയറി കാണട്ടെ. ഡോണ്ട് ഡു, നമുക്ക് പൊളിക്കാനുള്ളതുണ്ട്. അതെ, ആ സീനിനൊക്കെ ഒരു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്. ആ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു സീനിന് കൊടുക്കുന്ന ഒരു ഹൈ ഉണ്ട്. ആ ഹൈ ഒക്കെ പ്ലേസ് ചെയ്തത് ഭയങ്കരമാണ്. സോ ഹോൾ ഇൻ ഓൾ ഞങ്ങൾ കൂടുതൽ പറഞ്ഞിട്ട് സ്പോയിലർ അടിക്കുന്നില്ല. ഞങ്ങളെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ പലതും പറഞ്ഞു പോകും. ആസിഫ് അലി മാൻ, നിങ്ങളുടെ എന്താ പറയുക, കിരീടത്തിൽ അടുത്തൊരു പൊൻതൂവലാകും രേഖാചിത്രം എന്നുള്ളത് ഡെഫിനറ്റ് ആണ് അല്ലേ? ഇതുപോലത്തെ സിനിമകളുമായിട്ട് ഇനി ആസിഫ് അലി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയ്ക്ക് എത്തും. അതെ, കിടിലൻ സെലക്ഷൻ അല്ലേ, സൂപ്പർ പടം. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് ഈസി. 40 വർഷം മുമ്പുള്ള ഒരു സാധനം സോൾവ് ചെയ്യാൻ, അതും സിനിമയ്ക്കകത്ത് സിനിമയായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എഴുത്തുകാരനാണെങ്കിലും അതിൻ്റെ ഡയറക്ടർക്കാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് വലിയൊരു പസിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പടം എന്ന് പറഞ്ഞാൽ കഥോട് കഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അടിപൊളി സാധനമാണ്. അതിന് പോലും ഒരു മോശം വരും ഈ സിനിമയ്ക്ക് പാളി കഴിഞ്ഞു കഴിഞ്ഞാൽ. ആ പടം മാത്രമല്ല, പിന്നെയും ട്വിസ്റ്റുകളുണ്ട്. അതെ, അതൊന്നും പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല. സോ ഓക്കെ, ഞാൻ പറഞ്ഞ ഞങ്ങൾ എക്സൈറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ പടം കണ്ടിട്ട്? ഞാൻ ഈ പടം ഒന്നുകൂടി കാണും. ഞാൻ ഇത് പടം കാണാത്ത സ്നേഹമാണ്, അല്ലെങ്കിൽ അഭിലാഷ് രാത്രി പോകണം, ഞാൻ ഓനൊപ്പം കയറി കാണും. കാരണം എന്താ അറിയോ, ഇതിൽ സംഗതി ഉണ്ട്, കുറേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാണ്ട്. ഒരിക്കലും നഷ്ടം വരാത്തൊരു സിനിമ. അത് സിനിമ ഇറങ്ങണതിന്റെ മുന്നേ തന്നെ അതിനെ പറ്റി ആളുകൾക്ക് അറിയണോണ്ടാവുന്നു. തിയേറ്റർ ഫുള്ളായിരുന്നു എന്തായാലും. ഫസ്റ്റ് നല്ല ആൾക്കാരുണ്ടായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് ആസിഫ് അലി. രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് തന്നെ കിട്ടിയ ഒരു ഹൈ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും അടിപൊളി പടം. ഇനി നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആസിഫ് അലിന്റെ പടം കാണാൻ പോകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോയി കാണാം. പണ്ടത്തെ പോലെ ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. അതെ, അപ്പൊ എന്താണെങ്കിലും ഒരു മിസ്റ്ററി അൺസോൾവ്ഡ് അല്ലേ, അത് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് എടുത്തു വെച്ചൊരു സാധനം. മസ്റ്റ് വാച്ച്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ത്രില്ലർ മൂവീസിൽ ഇതൊരു മസ്റ്റ് വാച്ച് സാധനം. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ ഗിമിക്കൊന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ, അതായത് അടി വെട്ടി പോക എന്ന് പറഞ്ഞൊരു സീനിലേക്ക് വേണമെങ്കിൽ ഇതിലെ സൂപ്പർ കോപ്പ് ആയിട്ട് ആസിഫ് അലി കൊണ്ടുപോകായിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ്. അല്ല, ഭയങ്കര സ്ലോ മോഷൻ പോലും ഇല്ല. അതെ, ഇല്ല. കാരണം ആസിഫ് അലിന്റെ ക്യാരക്ടറിന് വേണമെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു. 4 മാസം ഡയലോഗ്, 2 സ്ലോ മോഷൻ, 2 ഇടി ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലത്തൊക്കെ വളരെ മെച്ചുവറായിട്ട് ആ സാധനം അതായത് കഥയുടെ മുകളിലല്ല ഒരു ക്യാരക്ടറും എന്നുള്ളത് ഡയറക്ടറിന്റെ വാശി. അതാണ് ഈ പടത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഫോർ മീ ഒരു രക്ഷയില്ല, വേറെ ലെവൽ അല്ലേ. അടിപൊളി.